എറണാകുളം ബംഗളൂരു വന്ദേ ഭാരതിന്റെ കന്യായാത്ര ഉടൻ തന്നെ ആരംഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈൻ വഴി ഉദ്ഘാടനം നിർവഹിക്കും. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വേദി ഒരുക്കിയിട്ടുണ്ട്. തത്സമയ ചടങ്ങുകളും പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ഗവർണർ രാജേന്ദ്ര അർലേക്കർ, കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. റിയ ബേബിയും സ്നേഹ മോൾ നയനാനും വിശദവിവരങ്ങളുമായി ചേരുന്നുണ്ട്. റിയ ബേബിയിലേക്ക്. റിയ, അല്പസമയത്തിനകം തന്നെ യാത്ര ആരംഭിക്കും അല്ലേ? അതെ, അല്പസമയത്തിനകം തന്നെ വന്ദേ ഭാരതിന്റെ ബാംഗ്ലൂരു സർവീസിന്റെ ആദ്യ യാത്ര ആരംഭിക്കാൻ പോവുകയാണ്. അതിനു മുന്നോടിയായാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ട്രെയിനകത്ത് കയറിയത്. കാരണം ഈ ആദ്യ യാത്രയിൽ തൃശ്ശൂർ വരെ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. തൃശ്ശൂർ വന്ദേ ഭാരതിന് സ്വീകരണം ഒരുക്കുന്നുണ്ട്. ഓരോ പോയിന്റുകളിലും സ്വീകരണം ഒരുക്കിക്കൊണ്ടാണ് ഇത് നടക്കുന്നത്. നമുക്ക് സുരേഷ് ഗോപിയോട് തന്നെ ചോദിച്ചു നോക്കാം. അദ്ദേഹം സംസാരിക്കുന്നത് പാത ഇരട്ടിപ്പിക്കൽ മാത്രമാണ് അതിന് തടസ്സം. റെയിൽവേ എന്തിനും തയ്യാറാണ്. അത് നിങ്ങൾ പാർലമെന്റിൽ ശ്രീ അശ്വിനി വൈഷ്ണവ് പറയുന്നത് കേട്ടിട്ടില്ലേ? ഹൈബിയുടെ ചോദ്യത്തിന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. NK പ്രേമേന്ദ്രൻ, ശശി തരൂർ, അതുപോലെ VK ശ്രീകണ്ഠൻ ഇവരൊക്കെ ചോദിച്ചു, രാഘവൻ ചേട്ടൻ ഇവരൊക്കെ ചോദിച്ചപ്പോഴും പറഞ്ഞത്, യു പ്ലീസ് ഗോ ടു ദ സ്റ്റേറ്റ് ഗവൺമെന്റ്, യു റിക്വസ്റ്റ് ദം ടു ഗിവ് us more land and also pull out, help us pull out very sharp curves. For a geography like Kerala, we know that we cannot have a zero curve line, but at least the dangerous curves to be straight. ഇത് അദ്ദേഹം 3-4 തവണ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതില്ലാതെ നമുക്ക് റെയിൽ വികസനം എന്ന് പറയുന്നത്, കാരണം നമുക്ക് അങ്ങനെ തന്നെ പോട്ടെ, ടച്ച് വുഡ്, ദൈവം അനുഗ്രഹിക്കട്ടെ, അപകടത്തിൻ്റെ കാര്യങ്ങൾ നോക്കിയാലും നമുക്ക് ക്രമാതീതമായി സേഫർ ജേർണി എന്ന് പറയുന്നതിന് ഒരവസരം ജനങ്ങൾക്ക് കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് പെട്രോളിൻ്റെ കൺസംഷൻ കുറയും, അത് വമിക്കുന്ന വായുവിലെ വിഷാംശം കുറയും, അല്ലേ? എല്ലാം മെട്രോ വന്നത് തന്നെ അതല്ലായിരുന്നു ഉദ്ദേശം. പൊല്യൂഷൻ, എൻവയൺമെൻറ്റൽ കൺസേൺസ് ഇത് അഡ്രസ്സ് ചെയ്തേ മതിയാവും. നമുക്ക് ഇന്ത്യയിൽ ഇപ്പോൾ ബുള്ളറ്റ് ട്രെയിൻ വരുന്ന കാലമാണ്. അപ്പോൾ അത് കേരളത്തിനും അങ്ങനെ ഒരു ബുള്ളറ്റ് ട്രെയിൻ വരണമെങ്കിൽ സീറോ കർവ് മാത്രമാണ് അതിനൊരു സ്പെഷ്യൽ ടെറൈനും വേണം. അതിൻ്റെ ആ ഒരു സ്പീഡ് ഉൾക്കൊള്ളുന്ന ഭൂമിയുടെ ഒരു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. സ്നേഹമോൾ കൂടി വിശദവിവരങ്ങളുമായി ചേരുന്നുണ്ട്, ഒപ്പം തുടരുന്നുണ്ട്. സ്നേഹ, പറയൂ, അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന പുതിയ വിശേഷങ്ങൾ, വാർത്തകൾ. മോത്തി, എല്ലാവരും തന്നെ ആ ഫ്ലാഗ് ഓഫ് ചടങ്ങിന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. വാരണാസിയിൽ പ്രധാനമന്ത്രി ഓൺലൈനായി ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിക്കുമ്പോൾ ഇവിടെയും എറണാകുളം ജംഗ്ഷനിലും എറണാകുളം ബംഗളൂരു സർവീസിൻ്റെ ഫ്ലാഗ് ഓഫ് കർമ്മം ഗവർണർ നിർവഹിക്കും. അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലും തയ്യാറെടുപ്പിലുമൊക്കെയാണ്. 5:30 കൂടി തന്നെയാണ് ഇവിടെ എറണാകുളം ജംഗ്ഷനിൽ പ്ലാറ്റ്ഫോം നമ്പർ 1 വന്ദേ ഭാരത് എത്തിച്ചത്. ഇന്നലെ തന്നെ കന്യായാത്രയൊക്കെ പൂർത്തിയാക്കിയിരുന്നു. അതിനുശേഷം ഇന്നലെ തന്നെ യാത്രകൾ ഒക്കെ പൂർത്തിയാക്കിയതിനു ശേഷം ഇന്ന് അതിൻ്റെ കന്യായാത്ര ആരംഭിക്കാൻ പോവുകയാണ്. ട്രയൽ റണ്ണ് കഴിഞ്ഞ ദിവസമാണ് പൂർത്തിയാക്കിയത്. പ്രധാനമന്ത്രി എത്തി ഫ്ലാഗ് ഓഫ് ചെയ്യാനുള്ള ആ ഒരു ചടങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പിലാണ് എല്ലാവരും. അതിനുള്ള തയ്യാറെടുപ്പിലും ഒക്കെയാണ്. ഏതായാലും 2 വർഷത്തെ ഒരു ആവശ്യവും മലയാളികളുടെ ഒരു ആഗ്രഹവും ഒരു സ്വപ്നവും ഒക്കെയായിരുന്നു കുറഞ്ഞ സമയം കൊണ്ട് ബാംഗ്ലൂരുവിലേക്ക് എത്തുക എന്നുള്ളത്. അതാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. 11 സ്റ്റേഷനുകൾ, അതിനിടയിൽ 9 സ്റ്റോപ്പുകൾ ഇങ്ങനെയാണ് എറണാകുളം ബംഗളൂരു വന്ദേ ഭാരതിന് നിശ്ചയിച്ചിട്ടുള്ളത്. എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര തൃശ്ശൂർ, ഷൊർണൂർ, പാലക്കാട്, പുത്തന്നൂർ, കോയമ്പത്തൂർ, തിരുപ്പൂർ, ഈറോഡ്, സേലം, ജോലാർപേട്ടെ, കൃഷ്ണരാജപുരം, അതിനുശേഷം ബംഗളൂരു, ഇങ്ങനെയാണ് എത്തിച്ചേരുന്നത്. ഇതിൻ്റെ ഒരു സമയക്രമം നിലവിൽ നിശ്ചയിച്ചിരിക്കുന്നത്, ബംഗളൂരുവിൽ നിന്നും ആദ്യ സർവീസ് പുലർച്ചെ 5:10 കൂടി ആരംഭിക്കും. അതിനുശേഷം ഉച്ചയ്ക്ക് 1:50 കൂടി തന്നെ എറണാകുളം ജംഗ്ഷനിലേക്ക് എത്തും. തിരിച്ച് എറണാകുളം ജംഗ്ഷനിൽ നിന്നും ബംഗളൂരുവിലേക്ക് ഉച്ചകഴിഞ്ഞ് 2:20 പുറപ്പെട്ട് രാത്രി 11 മണിയോടുകൂടി ബംഗളൂരുവിൽ എത്തിച്ചേരുന്ന വിധത്തിലാണ് ഇതിൻ്റെ ഒരു സമയക്രമം ഒക്കെ തയ്യാറാക്കിയിരിക്കുന്നത്. പൂക്കളൊക്കെ കൊണ്ട് മനോഹരമായി അലങ്കരിച്ചാണ് പ്ലാറ്റ്ഫോം നമ്പർ 1 വന്ദേ ഭാരത് നിൽക്കുന്നത്. എന്തായാലും ആ ഫ്ലാഗ് ഓഫ് ചടങ്ങിന് വേണ്ടിയിട്ടുള്ള
കാത്തിരിപ്പിലാണ് എല്ലാവരും. പുലർച്ചയോടുകൂടി തന്നെ എറണാകുളം ജംഗ്ഷനിലേക്ക് ആളുകൾ എത്തി തുടങ്ങിയിരിക്കുകയാണ്. ഏകദേശം 600-ലധികം കിലോമീറ്ററാണ് എറണാകുളത്ത് നിന്നും ബംഗളൂരുവിലേക്ക് ഉള്ളത്. അപ്പോൾ സാധാരണഗതിയിൽ 13 മണിക്കൂർ എടുക്കുന്ന ട്രെയിൻ യാത്ര 8 മണിക്കൂർ 40 മിനിറ്റായി കുറയ്ക്കാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. പാലക്കാട് വഴി കടന്നു പോകുന്ന ആദ്യ വന്ദേ ഭാരത് ട്രെയിൻ കൂടിയാണ് ഇത്. മാത്രമല്ല ഈ റൂട്ടിലെ എറണാകുളം ബംഗളൂരു റൂട്ടിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിൻ എന്നൊരു സവിശേഷതയും കൂടി ഈ വന്ദേ ഭാരത് ട്രെയിനിന് ഉണ്ട്. വിശിഷ്ടാതിഥികളൊക്കെ തന്നെ വന്ദേ ഭാരത് കടന്നു പോകുന്ന വഴികളിൽ സ്റ്റോപ്പുകളിലൊക്കെ സ്വീകരണം ഏർപ്പാടാക്കിയിട്ടുണ്ടോ ഇന്ന്? പ്രധാനമായും തൃശ്ശൂരും പാലക്കാടുമൊക്കെ തന്നെ വന്ദേ ഭാരതിന് സ്വീകരണ ചടങ്ങ് ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. വന്ദേ ഭാരത് അതിനുശേഷം കടന്നു പോകുന്ന കേരളത്തിൽ പ്രധാനമായും തൃശ്ശൂരും പാലക്കാടും സ്വീകരണ ചടങ്ങുകൾ ഉണ്ടാകും. അതിനുശേഷം ഈ കടന്നു പോകുന്ന റൂട്ടിൽ സ്വീകരണ ചടങ്ങുകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അതിൽ ഫ്ലാഗ് ഓഫ് ചടങ്ങിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് എറണാകുളം ജംഗ്ഷനിൽ നിൽക്കുന്ന എല്ലാവരും തന്നെ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷത്തിലേക്ക് നടത്തുന്നത് റിയയുമാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്.